നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. നവകേരള സദസ്സ് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിന് തന്നെയും ഒരു പുതുമയുള്ള പരിപാടിയായിരുന്നു. പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ സർക്കാർ ഒരു മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്തെത്തി ജനങ്ങളുമായി സംവദിക്കലായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് എല്ലായിടങ്ങളിലും ഒരിടത്തും മാറ്റമില്ല, വൻ സ്ത്രീ പങ്കാളിത്തമായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമല്ല, മിക്കവാറും കേന്ദ്രങ്ങളിൽ സ്ത്രീകളായിരുന്നു കൂടുതലെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. ആ നവകേരള സദസ്സിന്റെ ഭാഗമായി തന്നെ ഒരു പ്രഭാത സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. പ്രഭാത സദസ്സ് സമയം വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒന്നായിരുന്നില്ല. എങ്കിലും അതിനിർണായകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, എങ്ങനെ നവകേരളം സാധ്യമാക്കണം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം വലിയ തോതിൽ ഉയർന്നു വന്നു. ഇതിനകത്തും സമൂഹത്തിലെ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. സമൂഹത്തിനൊരു പരിച്ഛേദമായിരുന്നു ഈ നവകേരള സദസ്സ്. അങ്ങനെ വന്നപ്പോൾ നവകേരള സദസ്സിന്റെ വിജയകരമായ സമാപനത്തിന് ശേഷം ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വന്നു. വിവിധ വിഭാഗങ്ങൾ പലയിടങ്ങളിലായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിഭാഗങ്ങളെ പ്രത്യേകമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികളിലൂടെ കാണുകയും സംവദിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ? അത് പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരഭിപ്രായമായി. അങ്ങനെയാണ് 10 വേദികളിലായി വിവിധ വിഭാഗങ്ങളുടെ സംഗമങ്ങൾ നടക്കുന്നത്.